പഞ്ചായത്ത് പോകുന്നത് മലപ്പുറം ജില്ലയിലേക്കാണ്. വട്ടംകുളം പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളും പങ്കുവയ്ക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് നജീബ് എം.എ. നമുക്കൊപ്പമുണ്ട്. സ്വാഗതം ശ്രീ നജീബ്. വികസന മേഖലയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്ന പഞ്ചായത്താണ്. അതോടൊപ്പം തന്നെ ഇന്നാണ് പഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നത്. ആർദ്രം പുരസ്കാരത്തിനർഹമായ പഞ്ചായത്താണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഇന്ന് സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു നേട്ടത്തിലേക്ക് എത്തിയത്? ഈ ഒരു മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് കൃത്യമായി പ്രവർത്തനങ്ങൾ നടത്താൻ എങ്ങനെയാണ് സാധിച്ചത്? വട്ടംകുളം ഗ്രാമപഞ്ചായത്തില് 19 വാർഡുകളാണുള്ളത്. 19 വാർഡുകളും വലിയ 4 ടൗണുകളുമാണ് വട്ടംകുളം ഗ്രാമപഞ്ചായത്തിലുള്ളത്. 19 വാർഡുകളും സമ്പൂർണ്ണ മാലിന്യമുക്തമായി ആദ്യം മുതലേ നമ്മൾ പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ അയൽക്കൂട്ടങ്ങൾ 291 അയൽക്കൂട്ടങ്ങൾ മാലിന്യ മുക്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ 4 ടൗണുകൾ ഹരിത ടൗണായിട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് എല്ലാത്തിനും അപ്പുറത്ത് ഇന്ന് നമ്മുടെ വട്ടംകുളം ഗ്രാമപഞ്ചായത്തിന്റെ മൊത്തം മാലിന്യമുക്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാലിന്യ മുക്തമാക്കുന്നതിൽ വലിയ രീതിയിലുള്ള പങ്ക് നമ്മുടെ ഹരിതകർമ്മസേന വഹിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത പഞ്ചായത്തിൻ്റെതായി എടുത്തു പറഞ്ഞത് ആരോഗ്യരംഗത്ത് കൊണ്ടുവരുന്ന മാറ്റങ്ങളാണ്. മാതൃകാപരമായ ഒരു പദ്ധതി, ഹെൽത്തി വില്ലേജ് എന്ന പേരിലൊരു പദ്ധതി ആരോഗ്യരംഗത്ത് പഞ്ചായത്ത് നടത്തി വരുന്നുണ്ട്. സ്വയം പര്യാപ്തത കൈവരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഈ പദ്ധതി, ഹെൽത്തി വില്ലേജ് പദ്ധതി എന്താണ്, എങ്ങനെയാണ് ആ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ, ആരോഗ്യരംഗത്ത് എന്തെല്ലാം മാറ്റങ്ങളാണ് അത് കൊണ്ടുവരുന്നത്, എല്ലാം ഒന്ന് വിശദമാക്കാമോ? സമഗ്ര ആരോഗ്യം ലക്ഷ്യമിട്ടുകൊണ്ടാണ് വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് ഹെൽത്തി വില്ലേജ് എന്നൊരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ആർദ്ര കേരള പുരസ്കാരം 2ാം സ്ഥാനത്തിന് നമ്മുടെ വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് അർഹരാവുകയും അവിടെ നിന്ന് 3 ലക്ഷം രൂപയും അതുപോലെ തന്നെ പ്രശസ്തി പത്രവും കിട്ടിയിട്ടുള്ള ഒരു പഞ്ചായത്താണ് വട്ടംകുളം ഗ്രാമപഞ്ചായത്ത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം രോഗപ്രതിരോധ മേഖലയിൽ വളരെ കൃത്യമായ ഇടപെടലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് തന്നെ മഞ്ഞപ്പിത്തം, അതുപോലെ തന്നെ ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തത്തിനും ഡെങ്കിപ്പനിക്കും എതിരായിട്ട് വളരെ കൃത്യമായ ബോധവൽക്കരണവും ആരോഗ്യ മേഖലയെ വളരെ കർശനമായി തന്നെ നോക്കിക്കാണുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് വട്ടംകുളം ഗ്രാമപഞ്ചായത്ത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് ആർദ്ര കേരള പുരസ്കാരം കിട്ടിയതും. ഒരു ഹെൽത്തി വില്ലേജ് എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മൾ ആവിഷ്കരിച്ച് നടപ്പാക്കും. നമ്മളെ കൃത്യമായിട്ട് തന്നെ നമുക്കറിയാം, ആരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല രീതിയിലും ക്ലബ് ചെയ്തുകൊണ്ടാണ് ആരോഗ്യ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എടുത്ത് പറയത്തക്ക പ്രവർത്തനം എന്ന് പറയുന്നത് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളാണ്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം എന്ന് ഞാൻ പറയാൻ കാരണം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്ലാസ്റ്റിക് കത്തിച്ചുണ്ടാകുന്ന വലിയ രീതിയിലുള്ള രോഗങ്ങൾ, ക്യാൻസർ പോലുള്ള രോഗങ്ങളൊക്കെ അല്ലെങ്കിൽ മറ്റുള്ള രോഗങ്ങളൊക്കെ പ്ലാസ്റ്റിക് കത്തിച്ചുണ്ടാകുന്നു എന്നുള്ളതിന് ഒരു കാരണമാകും. അപ്പോ അതിനെ തടയിടാൻ നമുക്ക് കൃത്യമായിട്ട് സാധിക്കുന്നു. അത് ആരോഗ്യ പ്രവർത്തകരും ഹരിതകർമ്മസേനാംഗങ്ങളും പഞ്ചായത്തും ക്ലബ് ചെയ്തുകൊണ്ട് ഒരു പുതിയ പദ്ധതിക്ക് രൂപം കൊടുത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, മഞ്ഞപ്പിത്തം, ജലവുമായി ബന്ധപ്പെട്ട് വളരുന്ന രോഗങ്ങൾ, അതൊക്കെ വളരെ കൃത്യമായി തന്നെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. അതുപോലെ തന്നെ ഡെങ്കിപ്പനി, കൊതുകുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊതുകിൽ നിന്നുണ്ടാകുന്ന രോഗമായതുകൊണ്ട് വളരെ കൃത്യമായി ആരോഗ്യ പ്രവർത്തകരും അതുപോലെ തന്നെ പഞ്ചായത്ത് അധികൃതരൊക്കെ അതിനെ ഉന്മൂലനം ചെയ്യാനുള്ള ഒരു പ്രതിരോധ പരിപാടികൾക്ക് കൃത്യമായി നേതൃത്വം കൊടുക്കുന്നു. തീർച്ചയായും എന്തായാലും ആരോഗ്യരംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ശ്രമങ്ങൾ വിജയം കാണട്ടെ. മറ്റൊരു പ്രത്യേകത, ജില്ലയിലെ നെൽകൃഷിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഗ്രാമമാണ്, കാർഷിക ഗ്രാമം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ നെൽകൃഷിയിൽ നൂതനമായ കൃഷിരീതികൾ ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഈ കർഷകർക്കിടയിൽ ഈ പുതിയ രീതിയിലുള്ള യന്ത്രങ്ങളടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷിരീതി വ്യാപിപ്പിക്കാൻ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങൾ എന്തെല്ലാമായിരുന്നു? കാർഷിക മേഖലയ്ക്ക് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് വട്ടംകുളം ഗ്രാമപഞ്ചായത്ത്. എടുത്തു പറയത്തക്ക രീതിയിലുള്ളത് നെൽകൃഷിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം നമ്മൾ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള മരുന്ന് തെളിക്കുന്ന പദ്ധതിയൊക്കെ നമ്മുടെ ഇവിടെ പരീക്ഷാടിസ്ഥാനത്തിൽ നമ്മൾ നടപ്പാക്കി കഴിഞ്ഞതാണ്. കർഷകർക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശീലനം കൊടുക്കുകയും കർഷകർക്ക് ഇത് ഉപയോഗിക്കാവുന്ന രീതിയിൽ എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും സബ്സിഡി ഇനത്തിൽ നമ്മൾ ഈ ഡ്രോൺ വാങ്ങിക്കാനുള്ള ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. കാർഷിക മേഖലയിൽ നമുക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചത് കുറച്ച് കാലങ്ങളായിട്ട്
പന്നിശല്യം രൂക്ഷമായ ഒരു സമയത്താണ് യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ കർഷകരൊക്കെ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോ ആ പന്നിശല്യം നമ്മൾ 3 പ്രാവശ്യം പന്നികളെ വെടിവെക്കാനുള്ള ഉത്തരവ് സർക്കാരിൽ നിന്ന് ലഭിക്കുകയും പ്രസിഡന്റ് നേതൃത്വത്തിൽ പന്നികളെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തിട്ടുള്ള സംഭവങ്ങൾ കൃഷിക്കാർക്ക് വലിയ രീതിയിലുള്ള ആശ്വാസമായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ അവസാനമായിട്ട് നമ്മുടെ കാർഷിക കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈ സോളാർ വേലി സ്ഥാപിച്ചുകൊണ്ട് നമ്മളെ ഈ പന്നിയെ അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെയൊക്കെ കടന്നാക്രമണം ഒരു പരിധിവരെ തടയാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആശ്വാസം നൽകുന്ന പദ്ധതികൾ. വിദ്യാഭ്യാസ രംഗത്തേക്ക് വരികയാണെങ്കിൽ 36-ലധികം അംഗനവാടികൾ പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്താണ്. അതോടൊപ്പം തന്നെ ഭിന്നശേഷി സൗഹൃദമായ പഞ്ചായത്താണ്. ബഡ് സ്കൂളിൻ്റെ പ്രവർത്തനമെല്ലാം മാതൃകാപരമായി കൊണ്ട് നടത്തുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. അപ്പോൾ വിദ്യാഭ്യാസ രംഗവും അതുപോലെ തന്നെ പഞ്ചായത്തിനെ ഭിന്നശേഷി സൗഹൃദമാക്കി വെക്കുന്നതിലും പഞ്ചായത്തിന്റെ ഒരു പങ്ക് എന്താണ്? നമ്മുടെ ഗ്രാമപഞ്ചായത്ത് തികച്ചും ഭിന്നശേഷി സൗഹൃദ ഗ്രാമപഞ്ചായത്താണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ആ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബഡ്സ് സ്കൂൾ എടുത്തു പറയത്തക്ക രീതി ഭിന്നശേഷിക്കാർക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് പ്രവർത്തിക്കാവുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസ രീതിയിൽ കൈകാര്യം ചെയ്യാവുന്ന കാര്യങ്ങൾ ബഡ്സ് സ്കൂൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന സമീപ പഞ്ചായത്തുകളിലേക്കാളൊക്കെ എത്രയോ മുകളിൽ ജില്ലയിൽ തന്നെ കഴിഞ്ഞ 4 വർഷക്കാലമായി നമ്മൾ ജില്ലാ കലാമത്സരങ്ങളിലൊക്കെ ഓവറോൾ കിരീടം നേടിയിട്ടുള്ള കുട്ടികളാണ് നമ്മുടെ കുട്ടികളൊക്കെ. നമ്മളെ യഥാർത്ഥത്തിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള അവരെയൊക്കെ വളരെ കൃത്യമായി പരിശീലിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ബഡ്സ് സ്കൂൾ. ബഡ്സ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവിടുത്തെ കുട്ടികളുടെ അമ്മമാർക്ക്, കുട്ടിയിരിപ്പിന് വരുന്ന കുട്ടികളുടെ അമ്മമാർക്ക് സ്വയം തൊഴിൽ എന്നുള്ള രീതിയിൽ പല പദ്ധതികളും നമ്മൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുണ്ട്. അംഗൻവാടിയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ നമ്മൾ അംഗൻവാടിയിൽ 50% അംഗൻവാടികൾ നമ്മൾ സ്മാർട്ട് ആക്കിയിട്ടുണ്ട്. സ്മാർട്ട് അംഗൻവാടികളാണ്. വളരെ കുറച്ച് അംഗൻവാടികൾ മാത്രമാണ് ഇനി സ്മാർട്ടാക്കാൻ ബാക്കിയുള്ളത്. അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഏകദേശം 18ഓളം അംഗൻവാടികൾ സ്മാർട്ടാക്കി കഴിഞ്ഞു. ഇനി ഏകദേശം ബാക്കിയുള്ള പഞ്ചായത്ത് അംഗൻവാടികളാണ് സ്മാർട്ടാക്കാനുള്ളത്. അത് നമ്മൾ ഈ വരുന്ന വാർഷിക ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്മാർട്ടാക്കാനുള്ള പദ്ധതികൾ ചെയ്യുന്നതായിരിക്കും. പഞ്ചായത്തിന്റെ എടുത്തു പറയേണ്ട മറ്റൊരു പദ്ധതിയായി തോന്നിയതാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായി തന്നെ അനുഭവിക്കുന്ന ഒരു പഞ്ചായത്താണ്. അതോടൊപ്പം തന്നെ പഞ്ചായത്തിന്റെ ഒരു ഭൂമിശാസ്ത്രം നിരവധി കുന്നുകളും അതുപോലെ തന്നെ അത്തരത്തിൽ ഉയരത്തിലുള്ള സ്ഥലങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ കുടിവെള്ളക്ഷാമം ഒരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സ്ഥലത്ത് 48ഓളം മിനി വാട്ടർ സ്കീമുകൾ കൊണ്ടുവന്നുകൊണ്ട് ആ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പഞ്ചായത്ത് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ മിനി വാട്ടർ സ്കീം? എങ്ങനെയാണ് പഞ്ചായത്ത് അത് കൃത്യമായി നടത്തിക്കൊണ്ടുപോകുന്നത്? ഏറ്റവും കൂടുതൽ കുന്നുകളുള്ള ഒരു പഞ്ചായത്താണ് നമ്മുടെ വട്ടംകുളം ഗ്രാമപഞ്ചായത്ത്. സമീപ പഞ്ചായത്തുകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ കുന്നുകളുള്ള ഗ്രാമപഞ്ചായത്താണ് വട്ടംകുളം ഗ്രാമപഞ്ചായത്ത്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള കുന്നുകൾ കൂടുതലായി വരുമ്പോൾ അവിടെ കുടിവെള്ളക്ഷാമം രൂക്ഷമാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു രീതിയിലുള്ള തർക്കങ്ങളുമില്ല. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഏകദേശം 48ഓളം മിനി വാട്ടർ സ്കീമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 40 മുതൽ 50 വരെയുള്ള കുടുംബങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് അവർക്ക് ഒരു മിനി വാട്ടർ സ്കീം എന്ന് പറയുന്നത് ഒരു കുഴൽക്കിണറോ അല്ലെങ്കിൽ ഓപ്പൺ വെല്ലോ സ്ഥാപിച്ചു കൊടുത്ത് അതിലേക്ക് മോട്ടോർ വെച്ച് കൊടുക്കുകയും അതിൽ നിന്ന് നമ്മുടെ പമ്പ് ചെയ്തുകൊണ്ട് ഓരോ വീട്ടിലേക്കും കുടിവെള്ളം എത്താവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 48ഓളം മിനി വാട്ടർ സ്കീം ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ള. അത് വളരെ കൃത്യമായി നടന്നു പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഇപ്പോഴത്തെ ഒരു സുരക്ഷയും സാഹചര്യവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുന്നതും നിരത്തുകൾ സുരക്ഷിതമാക്കുന്നതുമായി ബന്ധപ്പെട്ട് സമ്പൂർണ്ണ വെളിച്ചം പദ്ധതി കൂടി നടപ്പാക്കി വരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ എല്ലാ നിരത്തുകളും പ്രകാശപൂരിതമാക്കാൻ സാധിച്ചുവോ? എങ്ങനെയാണ് ആ പദ്ധതിയുടെ പുരോഗതി? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു വെളിച്ച വിപ്ലവം തന്നെ സൃഷ്ടിച്ചു എന്ന് വേണം പറയാൻ സാധിക്കുക. നമ്മൾ ഏകദേശം 2000ഓളം LED ലൈറ്റുകളാണ് നമ്മൾ സ്ഥാപിച്ചത്. 2000ന്റെ കൂടുതൽ ലൈറ്റുകളാണ് നമ്മൾ ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ളത്. എല്ലാ തെരുവുകളിലും വെളിച്ചം എന്ന വലിയ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ആഗ്രഹമാണ്, നമ്മുടെ സ്വപ്നമാണ് എല്ലായിടത്തും വെളിച്ചം എന്നുള്ളത്. അത് ഏകദേശം ഗ്രാമപഞ്ചായത്ത് 2000 ചില്ലാനോളം പുതിയ വെളിച്ചങ്ങൾ വെച്ചുകൊണ്ട് നമ്മളത് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, നടന്നിട്ടുമുണ്ട്. ഇനി നമ്മുടെ ചെറിയ മിനി മാസ്റ്റിന്റെ ഒരു
ഇൻസ്റ്റാളേഷൻ. ഏകദേശം ഒരുവിധം കോളനികളിലൊക്കെ, ഹരിജൻ കോളനികളൊക്കെ മിനി മാസ്റ്റ് സ്ഥാപിച്ചു കഴിഞ്ഞു. ദേവാലയങ്ങളുടെ മുന്നിൽ, പള്ളികളായാലും അമ്പലങ്ങളായാലും അതിന്റെയൊക്കെ മുന്നിൽ നമ്മൾ മിനി മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എല്ലാ അങ്ങാടികളിലും മിനി മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു. ഇനി ഇനി ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ മിനി മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകും. കുടുംബശ്രീ അതുപോലെ തന്നെ അയൽക്കൂട്ട സമിതികളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുമായി സംബന്ധിച്ചുകൊണ്ട് നടത്തുന്ന സംരംഭങ്ങൾ എന്തെല്ലാമാണ്? സ്ത്രീ ശാക്തീകരണ രംഗത്തേക്ക് പഞ്ചായത്ത് കരുതി വയ്ക്കുന്ന സംരംഭങ്ങൾ എന്തെല്ലാമാണ്? കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട് കുടുംബശ്രീ അതുപോലെ തന്നെ വ്യാവസായിക വകുപ്പും തൊഴിലുറപ്പ് കൂടി ചെറുകിട സംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് കുറെ അധികമുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ്. അത് കുടുംബശ്രീ ബന്ധപ്പെട്ട ആളുകള് അത് ചെറുകിട വ്യവസായ വകുപ്പിനെ സമീപിച്ചുകൊണ്ട് അവരുടെ സാമ്പത്തിക സഹായമൊക്കെ നേടിക്കൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ അവർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും നേടിക്കൊണ്ട് നമ്മുടെ തൊഴിലുറപ്പ് നേതൃത്വത്തിൽ അവർക്ക് വേണ്ട റൂമുകളൊക്കെ, അവർക്ക് വേണ്ട കെട്ടിടങ്ങളൊക്കെ പണിത് കൊടുത്തുകൊണ്ട് നമ്മളുടെ ചെറുകിട വ്യവസായം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട്, അതും സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഈ ഇവർക്ക് യൂണിറ്റ് പണിയാനുള്ള എല്ലാവിധ സഹായങ്ങളും ചെയ്ത് മുന്നോട്ട് പോകും. ശ്രീ നജീബ്, എന്തായാലും പഞ്ചായത്ത് സ്വന്തം നിലയിൽ തന്നെ നിരവധി പദ്ധതികളും പ്രവർത്തനങ്ങളും ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട് എന്നറിയുന്നതിൽ സന്തോഷം. ഭാവിയിലേക്കും ഇത്തരത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യാനാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. പാലക്കാട് ജില്ലയിലെ വല്ലപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ ലത്തീഫ്, അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് നജീബ് എന്നിവരാണ് ഇന്ന് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എൻ്റെ പഞ്ചായത്തിൽ ചേർന്നത്. എല്ലാ ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ. എൻ്റെ പഞ്ചായത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണും വരെ നമസ്കാരം.